ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഗുഡ് ഫ്രൈഡേയിൽ കുറിച്ച് ഞാൻ ചെയ്തിരുന്നതായ ആ വീഡിയോയുടെ രണ്ടാം ഭാഗം പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് പ്രോഫസീസ് ഫുൾഫിൽഡ് ഡ്യൂറിങ് ദ ക്രൂസിഫിക്ഷൻ. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ, ക്രൂശ് മരണത്തോടുകൂടി ഫുൾഫില്ലായ പ്രവചനങ്ങളിൽ 28 പ്രവചനങ്ങളിൽ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നതിൻ്റെ ബാക്കിയായിട്ട് ഇനിയൊരു 7 പ്രവചനം കൂടെ ഈ വീഡിയോയിൽ കൂടെ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 7 എണ്ണം കണ്ടായിരുന്നു. ഇപ്പോൾ 8ാമത്തേത് പറയുകയാണ്. അതായത് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് 50-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല എന്ന്. അതായത് അവന് അനുഭവിക്കേണ്ടി വന്നതായ ലജ്ജയും മറ്റുള്ളവരിൽ നാടിയും തുപ്പും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഫുൾഫില്ലായത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള ഭാഗത്ത് നമ്മൾ അത് വായിച്ചിട്ടുണ്ട്. ആ വിഷയം അതേപോലെ തന്നെ അവൻ്റെ വിചാരണ വേളയിലൊക്കെയും അത് കഴിഞ്ഞ് അവനെ ക്രൂശിപ്പങ്ങ് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ മുഖത്ത് തുപ്പുകയും അവൻ്റെ മുടി പിടിച്ച് പറിക്കുകയും അതുപോലെ തന്നെ അവൻ്റെ താടി പിടിച്ച് വലിക്കുക, എന്തൊക്കെ കഷ്ടം അവന് കൊടുക്കാൻ പറ്റും. അവൻ്റെ മുതുക് വന്നിട്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ച് പൊട്ടിച്ച് രക്തമൊലിക്കുന്നതായൊരു സീനൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനത്തെ ഭയങ്കരമായ കഷ്ടാനുഭവത്തിൻ്റെ ആ ഒരു സങ്കടം ഫുൾഫില്ലായത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള ഭാഗത്ത് വായിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അവൻ്റെ ആ കഷ്ടപ്പാടിനെക്കുറിച്ച്, അത് എത്രമാത്രം അവനെ കഷ്ടപ്പെടുത്തിയെന്നുള്ളതും അതിൻ്റെ കാഠിന്യമൊക്കെയും നമുക്ക് ധ്യാനിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. 9ാമതായിട്ട് യെശയ്യാ തന്നെയും കിങ് ഡേവിഡും ഒരേപോലെ പ്രൊഫസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അവൻ്റെ ശരീരം വിരൂപമാക്കപ്പെടുമെന്നുള്ളത് അവർ മുൻകൂട്ടി പറഞ്ഞിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 14-ാം വാക്യത്തിലും അതുപോലെ സങ്കീർത്തനങ്ങൾ 22-ന്റെ-17 ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമാക്കിയിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ എന്ന് നാം ഇവിടെ വായിക്കുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നത് എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നുവെന്ന്. ഈ സംഭവം ഫുൾഫില്ലാകുന്നത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 26-ാം വാക്യത്തിലും യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ 10ാമതായിട്ട് ദാവീദ് പ്രൊഫസ് ചെയ്തിരിക്കുന്നത് അവന് ഏൽക്കുന്നതായ ഷെയിം, അവൻ്റെ ഡിസ്ഹോണർ, അതായത് ജീസസിൻ്റെ സഫറിങ്, അതുപോലെ അവനെ ഒരു ക്രിമിനലായിട്ട് കണ്ടം ചെയ്യുന്നതൊക്കെയും നമുക്ക് വായിക്കുവാൻ സാധിക്കും. സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ദ എൻ്റെ മേൽ വീണിരിക്കുന്നു, എനിക്കുള്ള നിന്ദയും ലജ്ജയും അപമാനവും നീ അറിയുന്നു, എൻ്റെ വൈരികളെല്ലാവരും നിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നു. നിന്ദ എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനുമെന്ന്. അതായത് നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ ക്രൂശ് മരണ വേളയിൽ അവന് ആരും തന്നെ അടുത്തുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, അവനെ ആശ്വസിപ്പിക്കുന്നവരോ അവനായി വാദിക്കുന്നവരോ അവന് വേണ്ടി കരയുന്നവരോ ആരെയും തന്നെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ആ കഷ്ടപ്പാടിനെ അവന് ദാവീദ് നേരത്തെ പ്രവചിച്ചിരുന്നത് ഇങ്ങനെ അത് ഫുൾഫില്ലാകുകയാണ്. ഫുൾഫില്ലാകുന്നത് മത്തായിയുടെ 26-ന്റെ 55-ാം വാക്യത്തിൽ, അതുപോലെ 66-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ സങ്കീർത്തനം 69-ന്റെ 9 പറയും: നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു,
എനിക്കുള്ള നിന്ദയും ലജ്ജയും അപമാനവും നീ അറിയുന്നുവെന്ന്. എൻ്റെ വൈരികളെല്ലാവരും നിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നുവെന്നും. മത്തായിയുടെ സുവിശേഷം 26:55 അത് ഫുൾഫില്ലാകുന്നത് ഇങ്ങനെയാണ്: ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവെന്ന് 26:66 പറയുന്നത്. പീലാത്തോസ് ചോദിക്കും, നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവെന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യനെന്ന് അവർ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവനെ, നിർദോഷിയായ മനുഷ്യനെ, നമ്മുടെ യേശുവിനെ ക്രൂശിപ്പാനായിട്ട്, അവൻ മരണയോഗ്യനെന്ന് പറഞ്ഞ് ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 11-ാമതായിട്ട് ദാവീദ് വീണ്ടും അത് ഫോർട്ടോൾഡ് ചെയ്ത് നേരത്തെ തന്നെ ഇത് പ്രവചിച്ചിരിക്കുന്ന അവൻ്റെ മേലെ കള്ളസാക്ഷികളുണ്ടാകുമെന്നും കള്ളസാക്ഷിത്വം പറയുമെന്നും യേശുവിൻ്റെ അവനെതിരായി കള്ളസാക്ഷി പറയാനായിട്ട് ധാരാളം പേര് എഴുന്നേൽക്കുമെന്നുള്ള അത് ഫുൾഫില്ലായത് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 55 മുതൽ 57-58 വാക്യങ്ങളിലാണ്. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ചു, എന്നാൽ കണ്ടില്ല താനും. അനേകർ അവൻ്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല. ചിലർ എഴുന്നേറ്റ് അവൻ്റെ നേരെ, ഞാൻ കൈപ്പണിയായി മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയുമെന്ന് ഇവൻ പറഞ്ഞു, അത് ഞങ്ങൾ കേട്ടുവെന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. അങ്ങനെ അനേകർ അവനെതിരായി കള്ളസാക്ഷ്യം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആ പ്രവചനവും പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത്. 12-ാമതായി യെശയ്യാ പ്രവാചകന് പ്രവചിച്ചിരിക്കുന്നത് യേശുവിനെ അവൻ്റെ കാര്യത്തിന് വേണ്ടി അവന് സ്വന്തമായിട്ടൊരു എഫേർട്ടും എടുത്ത് അവൻ്റെ ട്രയൽ കോർട്ടിൽ അവനായിട്ട് നിലനിൽക്കുക, അവനെ ഡിഫെൻഡ് ചെയ്യാനൊന്നും പ്രയത്നിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് 53-7 പറഞ്ഞിരിക്കുന്നത്. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്ന ആടിനെ പോലെയും അവൻ മിണ്ടാതെയിരുന്നു, വായ തുറക്കാതെയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അത് ഫുൾഫില്ലായത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 13-14 വാക്യങ്ങളിലാണ്. പീലാത്തോസ് അവനോട്, ഇവർ നിൻ്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഒരു വാക്കിനും ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. യേശു അവന് വേണ്ടി ഒരു ഡിഫെൻഡും ചെയ്തില്ല. അവൻ്റെ കാര്യത്തിന് അവൻ്റെ നിർദോഷിയാണെന്നോ അല്ലെ ഇവർ പറയുന്നത് കള്ളത്തരാണെന്നോ ഒന്നും ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവൻ മുതിർന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ പ്രോഫസിയും നിവൃത്തിയായി. 13-ാമതായിട്ട് യെശയ്യാ പ്രവാചകൻ വീണ്ടും പ്രവചനം പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ ക്രൂസിഫിക്ഷന് ഒരു സിൻ ഓഫറിംഗ് ആയി ലോകത്തിന് മുഴുവനുമായിട്ട്, അതായത് യെശയ്യാ ഫോർടോൾഡ് ജീസസ് ക്രൈസ്റ്റ് ക്രൂസിഫിക്ഷൻ ആസ് എ സിൻ ഓഫറിംഗ് ഫോർ ദ വേൾഡ് എന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലുമാണ് ഇത് എടുത്തു പറയുന്നത്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അത് നമ്മൾ 53-10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യുമെന്ന്. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട്
പലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. ഈ കാര്യം വന്നിട്ട് ഫുൾഫില്ലാകുന്ന യോഹന്നാൻ സുവിശേഷം 19 അധ്യായം 16 മുതൽ 19 വരെയുള്ള ഭാഗത്ത് ഇത് കാണാവുന്നതാണ്. അപ്പോൾ അവൻ അവരെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ അവരെ കയ്യേറ്റം ചെയ്തു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന പേരുള്ള തലയോടിയിടമെന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തുമായി, യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറായനായ യേശു, യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. അതേപോലെ 14-ാമതായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനം, അവൻ വന്നിട്ട് അത് ലോ ബ്രേക്കേഴ്സിൻ്റെ കൂടെ, അതായത് നിയമത്തെ ലംഘിക്കുന്ന അതിക്രമികളോടുകൂടെ എണ്ണപ്പെടുമെന്ന് പ്രവചിച്ചിരുന്നു. അതായത് യെശയ്യായുടെ പുസ്തകം 53 അധ്യായം 12 വാക്യത്തിലാണ് അത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുകിക്കളയുകയും അനേകരുടെ പാപം വഹിച്ച് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെയെന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ അത് ഫുൾഫിൽ ആകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായം 32-33 വാക്യങ്ങളിലാണ്. ദുഷ്പ്രവൃത്തിക്കാരായ വേറെ 2 പേരെയും അവനോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി. തലയോടിയിടമെന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരായ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. അങ്ങനെ യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി ലോകത്തിൻ്റെ മുഴുവൻ പാപപരിഹാര ബലിയായി തൻ്റെ ജീവനെ അർപ്പിച്ച് പാപപരിഹാര ബലിയായി തീർന്നവന് സ്തോത്രവും ആദരവും അർപ്പിക്കുന്നു. ഇതുവരേക്കും നമ്മൾ 14 പ്രോഫസീസാണ് ഫുൾഫില്ലായത്. 2 വീഡിയോയിൽ കൂടി മനസ്സിലാക്കിയത്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ ഒരു കാര്യവും യാദൃശ്ചികമല്ലായിരുന്നുവെന്നും ഓരോന്നും നടന്ന ഓരോ സംഭവങ്ങളും, അത് ഓരോ സ്റ്റെപ്പും മുന്നമേ കൂട്ടി അവൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ, വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പറഞ്ഞിരുന്നതായ കാര്യങ്ങൾ നിറവേറിയതാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ഈ ലോകത്തിൽ മനുഷ്യനായി പറന്ന് യേശു മനുഷ്യനായി ജീവിച്ച് ദൈവവും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് നമ്മളുടെ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച് നമുക്ക് മാതൃക കാട്ടിത്തന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോയിരിക്കുന്ന നമ്മുടെ കർത്താവിനെ, നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായവനെ നമുക്ക് സ്തോത്രം കരേറ്റി അവനായി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് പറയണം, കുറവുകളെ ക്ഷമിക്കണം. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് എനിക്ക് ഉള്ളിൽ പ്രേരണ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. സാധാരണ ദുഃഖവെള്ളിയാഴ്ച വന്നിട്ട് കുരിശിലെ ആ മൊഴികളെക്കുറിച്ചൊക്കെയും പ്രസംഗങ്ങൾ ധാരാളം കേൾക്കാറുണ്ട്. എന്നാൽ ഈ പ്രവചനങ്ങൾ ഫുൾഫില്ലായത് എത്ര എണ്ണമാണെന്നും അതേതൊക്കെയാണെന്നും അറിയുവാനുള്ള ഒരു ആകാംക്ഷയിൽ കൂടി ഞാൻ ഈ വചനത്തിൽ കൂടെ കടന്നു പോകാനും അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാനായിട്ടും ഇടയാക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ടൈം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.